ഗഗനചാരി മൂവി വിശേഷങ്ങളുമായി ഇന്ന് ദി അൺസെൻസേർഡ് ഷോയിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അനാർക്കലി മരക്കാർ. വെൽക്കം ടു മൈ ഷോ. ഹലോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം അനാർക്കലിനെ കാണുന്നത്. അതിനുശേഷം പിന്നെ സിനിമകളിലൂടെ കാണുന്നു. അതേപോലെ റീൽസും പാട്ടും ഡാൻസും ഒക്കെ ബഹളമാണ്. സോ ഹാപ്പി ടു സീ യു. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് മുമ്പിലോട്ട് പോകുന്നു. അതെ. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം. അപ്പൊ ഈ സിനിമനെ പറ്റി പറയൂ. ഗഗനചാരി. അതെ. ഗഗനചാരി ഒരു എന്താ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഹാപ്പിനെസ് ആണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യലി ഒരു OTT പടമായിരുന്നു. ഓ OTTയിൽ ഒരു സാധാരണ കുഞ്ഞു പടം, അതിലെ ഇന്റീരിയേഴ്സ് ഇൻഡോർ ഉള്ള അതെ. സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് മാത്രമുള്ള ഒരു സാധാരണ ഒരു പടമായിരുന്നു. ആ സമയത്ത് നമ്മള് കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഡാർക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ട്രെസ് ബസ്റ്റർ ഫിലിം എന്നുള്ള പോലെ മാത്രം വിചാരിച്ചിരുന്ന സാധാരണ പടം. അത് പിന്നീട് OTT തന്നെയായിരുന്നു. ഒരു 6 മാസമേ ആയിട്ടുള്ളൂ ഇത് തിയേറ്ററിൽ ഇറക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട്. ഓ മൈ ഗോഡ്. നമ്മുടെ ഫസ്റ്റ് പ്രീമിയർ ഇതുപോലെ കേരള പോപ്കോൺ കോമിക്കോൺ ഫെസ്റ്റിവലിൽ നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ആക്ച്വലി ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്നത്. അതുവരെ ഞാൻ ടിവിയിലും ലാപ്ടോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ OTT ആവും. ഇപ്പൊ എല്ലാവരും കാണുന്ന നമ്മുടെ കുറച്ച് അടുത്ത ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവരും OTT പടമാണ്, തിയേറ്ററിൽ ഇറക്കാതിരിക്കുന്നതല്ലേ, അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രീമിയർ കഴിഞ്ഞപ്പോൾ ഞാൻ ചന്തു അതല്ല, ഇത് തിയേറ്ററിലാണ് അടിപൊളി, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യം VFX ഒക്കെ ഭയങ്കര രസമുള്ള പരിപാടികളാണല്ലോ, ഇതല്ല, ഇത് തിയേറ്ററാണ്, തിയേറ്ററിന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും പിന്നെ അത് പുഷ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ഇതിലെത്തി നിൽക്കുന്നത്. അതേപോലെ ഈ സ്റ്റോറിയില് അജിത് ചേട്ടൻ എന്തൊക്കെയോ കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അജിത് ചേട്ടന്റെ സ്റ്റോറി ലൈൻ വേറെ തന്നെ രീതിയിലായിരുന്നോ? അത് ആദ്യം ഒരു ഡാർക്ക് സബ്ജക്റ്റ് ആയിരുന്നു. അത് ഹ്യൂമറസ് ആവാൻ കാരണം അജിത് ചേട്ടനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അജിത് ചേട്ടനായിട്ട് ചന്തുവിന് പണ്ട് മുതലേ ഇപ്പൊ ഹാജൻ ബേക്കറി മുതലേ പരിചയമുള്ളത് കൊണ്ട് അവര് ഈ സിനിമയെ പറ്റി നേരത്തെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അതൊരു ഹ്യൂമർ സൈഡിലേക്ക് ആവുന്നത് അതിന് ശേഷമാണ്. ഞാനാണ് ആക്ച്വലി പുതിയൊരാള്. ഇപ്പം ഗൂഗിളൊക്കെ ആയിട്ടാണെങ്കിലും ഗണേഷ് കുമാർ സാർ ആയിട്ടാണെങ്കിലും അജേട്ടനായിട്ടാണെങ്കിലും നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഒരു ഫാമിലി പോലെയാണ് അവർ ഓൾറെഡി. പിന്നെ എന്നെയാണ് ഒരു പുതിയതായിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്യാം, പുതിയതായിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അവര് നേരത്തെ ഈ കഥയെ പറ്റി ഡിസ്കസ് ചെയ്യും. ഗൂഗിളാണെങ്കിലും ഓൾറെഡി സയൻസ്, മാർവൽ, കോമിക്സ്, അങ്ങനെ പോപ്പ് കൾച്ചർ, അങ്ങനത്തെ ഒരു മൂഡുള്ള ആളാണ് ഓൾറെഡി. സോ ഇവര് തമ്മിലൊരു ഭയങ്കരമായ സിങ്ക് ഉണ്ട്. അത് ഈ സിനിമയുടെ കാര്യങ്ങളിലാണെങ്കിലും ഈവൻ ഗണേഷ് കുമാർ സാറിന് പോലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം നോളജും ഇൻട്രസ്റ്റും ഉള്ള ഒരാളാണ്. അതേപോലെ ഇപ്പൊ ചന്തു ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഈ ഒരു ക്യാരക്ടർ അനാർക്കലി അടുത്ത് പറഞ്ഞ സമയത്ത് അനാർക്കലി കയ്യിൽ നിന്ന് സത്യം പറഞ്ഞ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയൊന്നുമല്ല. ഈ ഒരു ഏലിയൻ എന്നുള്ള രീതിയിൽ, അതായത് ആ സമയത്ത് ബഡ്ജറ്റും കുറവായതുകൊണ്ട് വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഏറ്റവും കൂടുതൽ പക്ഷെ VFXന് അത്യാവശ്യം ചെലവാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഏലിയൻ ആണെന്ന് ഇത് ഏലിയൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം. അപ്പം ആദ്യം വിചാരിച്ചു ഈ ചെവി ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനൊക്കെ കുറച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് അത് ചെയ്തില്ല. അപ്പൊ ചെറിയൊരു ചെവി ഇങ്ങനെ ഒക്കെ വെച്ചിട്ട്, അപ്പം ഞങ്ങൾ ആ സമയത്ത് തമാശക്ക് പറയായിരുന്നു, ഇത് ഏലിയനൊന്നുമില്ല, ഇത് ഗോവന്ന് ഏതൊരു വന്ന് ഫ്രീക്ക് ഉണ്ടാന്ന് പറയുന്നത്, നീലമുടിയൊക്കെ അടിച്ചിട്ട്, ഇതിനിപ്പോ ഏലിയൻ എങ്ങനെ വിളിക്കും? അപ്പൊ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് കണ്ണ് അടയ്ക്കണ്ട, കണ്ണ് തുറന്നു പിടിക്കാം എന്നുള്ളൊരു സാധനം നമ്മളെല്ലാരും കൂടെ തീരുമാനിച്ചിട്ട്, അപ്പം അധികം വെച്ചാൽ ഏതൊക്കെയോ നിമിഷങ്ങളിൽ അറിയാതെ എന്തോ കണ്ണൊക്കെ അടച്ചിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ്, അല്ലാതെ വെറുതെ നിങ്ങളെ കാണുമ്പം ശ്രദ്ധിച്ചാൽ കണ്ണങ്ങനെ അടച്ചിട്ടില്ല. സോ അങ്ങനെ ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്റേതായ കോൺട്രിബ്യൂഷൻ കാര്യമായിട്ടൊന്നുമില്ല. അതൊക്കെ പിന്നെ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യുമ്പോ എന്റേതായ ഒരു ശൈലി അതിന് വരും. ഡയറക്ടർ പറയുന്നതിലും അപ്പുറമായിട്ട് നമുക്ക് എന്റെ ഓൾറെഡി ഉള്ള കുറച്ച് രീതികൾ ആ ക്യാരക്ടറിന് എന്തായാലും വരും. അങ്ങനെ എന്തെങ്കിലും
വന്നിട്ടുണ്ടാവും. പിന്നെ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഇപ്പം നോർമലി ക്യാരക്ടർ കേൾക്കുന്ന പോലെയല്ലോ ഇപ്പം ഇത് സ്ക്രിപ്റ്റ് കേൾക്കുമ്പം ഒരു ഏലിയൻ ആണ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിലേക്കുള്ള ഒരു ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? അതായത് ഇപ്പൊ ഞാൻ ഈ സിനിമ ഞാൻ കണ്ടതുകൊണ്ട് പല സ്ഥലത്തും ഈ ഡയലോഗുകൾ എക്സ്പ്രഷനിലൂടെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈശ്വര അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ കുറേ കൂടി എളുപ്പമുണ്ട്. അപ്പൊ അതായിരുന്നോ ഏറ്റവും അതാ ഡയലോഗ് ഈ വരുന്ന ഒരു സമയം മുതൽ കുറച്ച് പാടായിരുന്നു. കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയാ ഇത് ഒരു ബോറല്ലാതെ അഭിനയിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഡയലോഗ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുഖം ഇങ്ങനെ വെറുതെ വെക്കാൻ പറ്റത്തില്ല. വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്ച്വലി ഞാൻ വിചാരിക്കുമ്പോൾ ഏലിയനെ സംബന്ധിച്ചിടത്തോളം ഏലിയൻ അഭിനയിക്കേണ്ട കാര്യമില്ല അവിടെ. ഏലിയനെ അറിയത്തില്ല ഹ്യൂമൻ ഇമോഷൻസ്. ഇപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. അത് ആ മെഷീൻ ചോദിച്ചോളും എന്താന്ന്. പക്ഷെ അത് നമ്മൾ സിനിമയിലേക്ക് അത് വരുമ്പോൾ അത് ആൾക്കാർക്ക് കുറച്ച് കൺവിൻസിങ് ആവാൻ വേണ്ടി നമ്മൾ ആ എക്സ്പ്രഷൻസ് ഉപയോഗിക്കണം. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ആ ഡയലോഗ് പറയാൻ തോന്നും. ഇതിങ്ങനെ എക്സ്പ്രഷൻ ഇടുമ്പം എന്താ പറയാൻ തോന്നും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് അപ്പം ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ വിചാരിക്കും ദൈവമേ ഇത് എന്തൊരു ബോറ. അപ്പൊ മറ്റേ രാഘവനോട് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ യൂണിവേഴ്സിനെ പറ്റി, പുള്ളിക്കാരുടെ ലോകം, അവിടെ ഉണ്ടായ ഡിസ്ട്രക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ ആ സങ്കടം വരുമ്പോ സങ്കടം ഇങ്ങനെ എനിക്ക് ആ സീനൊക്കെ ഭയങ്കര. പിന്നെ അലനോട് എന്നാ ചെറുക്കാ നീ ഞാൻ ഇതിനിപ്പോ എന്ത് എക്സ്പ്രഷൻ ഇടുമ്പോ ഒന്നും പറയാതെ ഞാനിപ്പോ എന്താ ഇപ്പൊ ചെയ്യാ. പക്ഷെ ആ സമയത്ത് ഞാൻ അത് കയ്യിന്ന് പോയെന്ന് വിചാരിച്ചു. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. കാരണം ഓട്ടോമാറ്റിക്കലി എന്താടോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വായിൽ വരും ചെയ്യും. പക്ഷെ അത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ ഓരോ ആൾക്കാരും അതില് സ്ക്രിപ്റ്റ് ആണെങ്കിലും അടിപൊളി. അത് മൊത്തത്തിൽ ഒരു സിനിമ നമ്മൾ ഇത് ഏത് ലോകത്താണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ആളുകൾ എങ്ങനെ കൺസീവ് ചെയ്യും? കാരണം ഇത് നമ്മൾ ഇങ്ങനെ അങ്ങനെ നോർമലി കേൾക്കുന്ന ഒരു കഥയല്ലല്ലോ. അപ്പൊ ആ കഥ കേട്ട് കഴിഞ്ഞപ്പം കിളി പോയോ? എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? കഥ കേട്ടപ്പോ എനിക്കൊരു കംപ്ലീറ്റ് ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞാൽ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഇത്ര മനസ്സിലായുള്ളൂ, ഇതൊരു ഏലിയൻ ഒരു 3 പേരുടെ ഇടയിൽ വരുന്നു. ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകമാണ്, ഒരു ഡിസ്റ്റോപ്യൻ ലോകമാണ് എന്നതൊക്കെ എനിക്ക് വളരെ റീസെന്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് എന്നുള്ള വാക്ക് പോലും എനിക്കറിയത്തില്ല. അപ്പൊ എന്നോട് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഞാൻ തലയാട്ടി. ഓക്കെ എനിക്ക് മനസ്സിലായ പോലെ തലയൊക്കെ ആട്ടി. പക്ഷെ അത് വളരെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് പിന്നെ ഇതിന്റെ ഔട്ടൊക്കെ കണ്ട് മനസ്സിലായപ്പോഴാണ് ഓക്കെ ഇത് ഇങ്ങനെ ഒരു ഒരു വലിയൊരു മാസ് ഡിസ്ട്രക്ഷന് ശേഷം നടക്കുന്ന സംഭവമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുവരെ ഞാനിതിനെ റിസീവ് ചെയ്തത് ഒരു പ്രത്യേകതയുള്ള സിനിമയായിരിക്കും, ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു വ്യത്യസ്തതയുള്ള ഒരു പടമാണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് അതിന്റെ ഭാഗമാകണം എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ഐഡിയാസ് എന്ന് പറയുന്നത് ഭയങ്കര ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഇത് പലപ്പോഴും എനിക്ക് ആദ്യമൊന്നും മനസ്സിലാവാറില്ലായിരുന്നു. ആദ്യം ഇങ്ങനെ ഞാൻ ഇത് എന്താ ഇപ്പൊ ഗോകുലാണെങ്കിലും സംസാരിക്കുന്നത് ഭയങ്കര പുതിയ കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളുടെ ആരും അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഞാൻ മറ്റേ പ്രാഞ്ചേട്ടൻ ഡയലോഗ് ഇല്ല, ഇതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. ആ സെറ്റപ്പ് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കേട്ടിരിക്കാറുണ്ട്. ഇവര് പറയുന്ന ടോപ്പിക്സ് ഒരിക്കലും നമ്മുടെ ഒരു ഫീൽഡ് അല്ല. ഇവര് വേറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏലിയൻസിനെ പറ്റിയാണെങ്കിലും പുതിയൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അങ്ങനത്തെ വാർത്തകളൊന്നും എന്റെ ഫീഡിൽ വരാറ് പോലും ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കും നിങ്ങളൊക്കെ ഏത് ലോകത്താ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തൊരു സിനിമ ആയതുകൊണ്ട് എനിക്ക് കുറെ സമയം എടുത്തു ഇത് ഇതാണ് സിനിമ, ഇതിന്റെ ഔട്ട് ഫസ്റ്റ് കണ്ടപ്പോഴാണ് ഇതാണ് സിനിമ, ഇതാണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് മനസ്സിലായത് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ജസ്റ്റ് ബീയിങ് ദ ആക്ടർ who wanted to do something new. That's okay. ഇപ്പൊ ആ ഒരു നമ്മൾ ഓരോ സീനുകൾ കാണുമ്പോൾ തിയേറ്ററിൽ നമ്മൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഷൂട്ടിംഗ് സെറ്റ് എനിക്ക് ഉറപ്പാണ് ഫുള്ള് കോമഡി ആയിരിക്കുന്നത്. കാരണം അത്രയും അങ്ങനത്തെ ആർട്ടിസ്റ്റുകളാണ് ആ സിനിമയിലില്ല. അപ്പം ആ ഷൂട്ടിംഗ് സെറ്റിൽ എന്തെങ്കിലും ഒരു സംഭവം പറയോ? അത് കുറെ നാളായി എനിക്ക് പലതും ഓർമ്മ തന്നെ ഇല്ല. കാര്യം 2020 ഷൂട്ട് ചെയ്യുന്നത്. 2021 ഒരു 7 to 10 days ഉണ്ടായിരുന്നു.
എനിക്ക് അങ്ങനത്തെ രസകരമായ സംഭവം എന്ന് പറയാൻ തീരെ ഓർമ്മയില്ല. ഞാൻ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന് ഞാൻ ഐ വാസ് ദ ഓൺലി ഗേൾ ദർ. അപ്പൊ ആ എനിക്ക് ഉറപ്പായിട്ട് ഒരു പ്രത്യേക കൺസിഡറേഷനും അതെ. ഒരു വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. പാമ്പറിംഗ് ഒക്കെ കേട്ട് ഇങ്ങനെ പിന്നെ ആ ഇരിക്കും. സമയത്ത് എന്നെ ഒരു 24 വയസ്സോ ഉം. അത്രയൊക്കെ ഉള്ളൂ. ഓ 23, 24 വയസ്സൊക്കെ ഉള്ളൂ. അത് പണ്ടൊന്നുമല്ല, എനിക്കിപ്പോ 27 വയസ്സായിട്ടുള്ളൂ. എന്നാലും പറയുമ്പോ എനിക്കൊന്നു ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് ശേഷം എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഷിഫ്റ്റ് പോലെ എനിക്ക് അതെ, തോന്നാറ്. സത്യം. കാര്യം അന്നൊരു വേറെ ഐഡന്റിറ്റി, കൊറോണയ്ക്ക് ശേഷം വേറെ ഐഡന്റിറ്റി എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. ഉം. ഇന്നൊരു സാധനം പറയാനില്ലെങ്കിലും മൊത്തത്തിൽ ഭയങ്കര ഫണ്ണായിരുന്നു. രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും സമയം എനിക്ക് വെറുതെ ഇരിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം ഞാൻ പോസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് അവിടെ പടമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ നോക്കിയിരുന്നു. സന്തോഷിച്ചിരിക്കുവായിരുന്നു. ശരിക്കും ഇപ്പം അനാർക്കൽ ചെയ്ത ക്യാരക്ടേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉയരെയാണെങ്കിലും സുലേഖ മനസ്സില്, അല്ലെങ്കിൽ ഇപ്പം മന്ദാകിനി ഇപ്പൊ അടുത്തിറങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ ഇതിലൊരു ഏലിയനായിട്ട്. അപ്പൊ ഞാൻ ലൈക്ക് ഇങ്ങനത്തത് സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണോ അതോ തേടി വരുന്നതൊക്കെ ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണോ? തേടി വരുന്ന വെറൈറ്റി ഐറ്റംസ് ആയതുകൊണ്ട് ഞാനങ്ങനെ എന്നുവെച്ചാൽ എനിക്ക് ടിപ്പിക്കൽ നായിക വേഷങ്ങൾ കിട്ടാറുണ്ട്. എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നാത്തതുകൊണ്ടും വലിയൊരു ബാനറിന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഉം. ഇപ്പൊ വലിയൊരു ഡയറക്ടർ വന്നിട്ട് ടിപ്പിക്കൽ നായിക ചെയ്യാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. പക്ഷെ അങ്ങനെ വലിയ പ്രോജക്റ്റുകൾ വന്നിട്ടില്ല. അപ്പം പക്ഷെ ഇപ്പൊ വലിയ ബാനറിൽ നിന്നല്ലാതെ ഒരു സാധാരണ ആള് പക്ഷെ ആ ക്യാരക്ടർ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ എന്തെങ്കിലും ഹുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ വളരെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ B32 മുതൽ അതെ. 44 വരെ എന്നുള്ള സിനിമ, അതിലൊരു ട്രാൻസ്ജെൻഡർ ആയിട്ട്. അപ്പം ആക്ച്വലി അതിൽ ചെറിയൊരു ഇപ്പം 5 പെണ്ണുങ്ങളുടെ കഥയാണല്ലോ. എൻ്റെ ക്യാരക്ടറിന് ഒരു വലിയ അവരുടെ ജീവിതത്തെ പറ്റി ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ന്യൂ ഇറ്റ് വുഡ് ബി സംതിങ് ന്യൂ ഡിപ്പെൻഡിങ് ഓൺ അതർ ക്യാരക്ടേഴ്സ്. അതൊരു പുതിയ സാധനമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ അത് സംഭവിച്ചു പോകുന്നതാ. അല്ലാതെ ഞാൻ എനിക്ക് പുതിയ കഥാപാത്രങ്ങൾ വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നല്ല, അതൊരു ഭാഗ്യം കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ പണ്ട് മുതൽ ഇങ്ങനെ സിനിമ ഒരു സ്വപ്നമായിരുന്നോ? ഇല്ല, അങ്ങനെ വലിയ സ്വപ്നമൊന്നും അല്ലായിരുന്നു. അതിങ്ങനെ അതും സംഭവിച്ചു പോയതാണ്. എല്ലാം അതിൻ്റെ ഒരു വഴിക്കങ്ങ് പോയതാ. ഒരു പാട്ടുകാരിയാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സാധാരണ ജോബ്സ്, ഒരു പണിയെടുത്ത് ജീവിക്കണം എന്ന് ആ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ആ സത്യം നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് നല്ല വൈകിട്ട് കുട്ടി. വൈകിട്ട് ഓക്കെ. വന്ന് അങ്ങനെ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരു ജീവിതം വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ വീട്ടുകാരെല്ലാവരും അപ്പം ഇങ്ങനെ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരൊന്നും അങ്ങനെ ഒരു ജോലി എടുക്കണമെന്ന് എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ പാട്ട് പാടണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ ഭയങ്കര ഉമ്മയും വാപ്പയാണെങ്കിലും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതെ. അങ്ങനെ ഇങ്ങനെ ഈ ആനന്ദം പോലൊരു സിനിമ ഇങ്ങനെ വന്നപ്പോൾ വെറുതെ ഹംപിയും ഗോവയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാ. പിന്നെ ആ ഒരു വഴിയിലായിപ്പോയി. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. അതെ അതെ. ഇപ്പൊ ഞാൻ കുറെ സാധാരണ ഇപ്പൊ ചില ആളുകൾക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. കുറെ സിനിമകളും കുറെ ക്യാരക്ടേഴ്സ് ആണ് പേരെങ്കിലും ആളുകൾ കേൾക്കും, നമ്മൾ നോട്ടീസ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് സിനിമകൾ കൊണ്ട് അനാർക്കലി എന്ന് പറയുന്ന ഒരു പേര് മലയാളികളുടെ പെട്ടെന്നൊന്നുമല്ല, 8 വർഷമായി. അല്ല എന്നാലും മലയാളികളുടെ ഫേവറേറ്റ് ആയി എന്നുള്ളതാണ്. അപ്പൊ അതിന് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല എല്ലാവരും പറയുന്നതും അല്ലെങ്കിൽ എനിക്കും തോന്നിയിട്ടുള്ള സംഭവം വളരെ റോ ആയിട്ട് വളരെ ജെന്യുവൻ ആയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു നേച്ചറാണ് അനാർക്കലി. ഇപ്പൊ നമ്മൾ ഇപ്പൊ കുറെ വർഷമായി നേരിട്ട് കണ്ടിട്ട്, പക്ഷെ അന്ന് ഞാൻ പരിചയപ്പെട്ടപ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും എനിക്ക് തോന്നും ഒന്നൊരു പ്രശ്നമേ അല്ല. അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ബോൾഡ് ആയിട്ട് ബ്രേവ് ആയിട്ട് പറയാന്നുള്ളത്. മാത്രമല്ല ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചന്ദൂർ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് അല്ലാണ്ട് തന്നെ ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അനാർക്കലിക്ക് എത്തിയെന്നുള്ളതും. അപ്പൊ ഈ ഒരു ബോൾഡ്നെസ്സും സംഭവങ്ങളൊക്കെ ഫാമിലിക്ക് എത്രമാത്രം, അല്ലെ നിങ്ങളെ ഒന്ന് വളർത്തിയതിന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് ഡേയ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? വളർത്തിയത് എന്താ, ഇപ്പം ചെറുപ്പത്തിലും കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തുറന്നു പറയാനും റിയാക്ട് ചെയ്യാനും ഒക്കെ ഉറപ്പായിട്ട് ബോർഡിൽ സഹായിച്ചിട്ടുണ്ട്. അത് അങ്ങനെയാ വളർന്നത്. ഇപ്പം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ ഉമ്മ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എല്ലാം സ്വയം ചെയ്യുന്ന, എല്ലാത്തിനും വ്യക്തമായ വിശദീകരണങ്ങളുള്ള ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര്. അതായിരിക്കാം
കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വാപ്പായും ഈസ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാദർ ആണുള്ളത്. അതെ അപ്പൊ വാപ്പായ്ക്കും അതെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വാപ്പ ചെയ്യുന്ന ജോലിയിൽ വാപ്പ ടോപ്പായിരുന്നു, ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതെ അപ്പോൾ ആ കാര്യത്തിൽ പുള്ളി അതിൽ പുള്ളിയുടെ നല്ല സമയത്ത് പുള്ളിയായിരുന്നു ടോപ്പിലുണ്ടായിരുന്നത്. ഉം. അപ്പോൾ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാദറിന്റെയും വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മദറിന്റെയും കൂടെ വളർന്നത് കൊണ്ടാവാം ഒരു ബോൾഡ്നെസ് ബോൾഡ്നെസ് ഇങ്ങനെ പുറത്ത് കാണുന്നതേ ഉള്ളൂ. ഇങ്ങനെ കാര്യം ഇവരൊക്കെ ഭയങ്കര ബോൾഡ് ആയതുകൊണ്ട് മക്കളും ബോൾഡ് ആണല്ലോ. അതെ അങ്ങനെയല്ലേ ഞാനിങ്ങനെ കാണുമ്പോൾ ഉറപ്പായിട്ടും ബോൾഡ് അല്ല എന്നല്ല, ബോൾഡാണ്. ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അങ്ങനെ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ഒരു ബോൾഡ് അല്ലാത്ത കുറേ സന്ദർഭങ്ങളും എന്താ ചെയ്യണ്ടേ അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വിനയം കൂടി പോകുന്ന, പാവമായി നിൽക്കുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അവിടെ ഒന്നും ബോൾഡ് അല്ല, അവിടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഐ ഓൾവേസ് ട്രൈ ടു കീപ്പ് എ സ്ട്രേറ്റ് ഫേസ്. Yeah. ബിക്കോസ് ബാക്കിയുള്ളവരൊന്നും മനസ്സിലാക്കാൻ പാടില്ല എന്റെ മനസ്സിൽ കൂടെ ഇത്രയും പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും അത് വിട്ടുകൊടുക്കത്തില്ല. അത് ഇനിയാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ തുറന്ന് പറയുകയാണ് ഞാൻ അത്ര ബോൾഡൊന്നും അല്ലാന്ന് പറഞ്ഞാലും എന്നെ കണ്ടാൽ ഞാൻ ബോൾഡാന്നേ തോന്നത്തുള്ളൂ. അതെ എല്ലാം വളരെ കൂളായിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഞാൻ ഉയരെ സിനിമയില് ഇപ്പൊ ചെയ്ത ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്, ഇപ്പൊ മറ്റേ ആൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം അത് ഈ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫ്രണ്ട്. അപ്പം എനിക്ക് ഉറപ്പാണ് അനാർക്കലിക്ക് അത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉള്ള ഒരു ആളാണ്. അപ്പൊ എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? സപ്പോർട്ട് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. കോളേജ് മുതലേ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആള് ഭയങ്കര എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാവ് എ ബോയ് ഫ്രണ്ട്. അവനാണെങ്കിലും നമ്മുടെ കോളേജ് മുതലേ ഉള്ളതാണ്. അപ്പം മൊത്തത്തിലൊരു എൻ്റെ ഗ്രോത്തിനെ പറഞ്ഞ പോലെ രണ്ടുപേരും എൻ്റെ ഫാമിലിയുടെ ഒപ്പം തന്നെ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി പോലെ തന്നെയുള്ള ഈ രണ്ട് കൂട്ടുകാരാണുള്ളത്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോർട്ട് സിസ്റ്റം ഉറപ്പായിട്ട്. ഇപ്പം എനിക്കൊന്ന് ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പ്രായം വരെയാണല്ലോ. അതെ ഉമ്മയും വാപ്പയും കൂടെ ഉണ്ടാവുക, എല്ലാ കാര്യത്തിലും ഇടപെടാന്നൊക്കെ പറയും. ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരും ആണ് മേജർ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പം സുലേഖ മനസ്സിൽ ഇപ്പൊ ഒരു ബ്രദർ സിസ്റ്റർ ഒരു റിലേഷൻഷിപ്പ് കാണിക്കണ്ടല്ലോ. അപ്പം എനിക്ക് ഈ ചേച്ചീനെ എനിക്ക് നേരിട്ടറിയാം, ലക്ഷ്മി മരക്കാർ. അപ്പം നിങ്ങള് തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് വെച്ചാൽ ഭയങ്കര എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് പറയുന്ന, എല്ലാം ഷെയർ ചെയ്യുന്ന, എങ്ങനെയാണ്? വേണമെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ തന്നെ സിസ്റ്ററിനെയും പെടുത്താം. കാര്യം എന്തും എല്ലാം ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പുള്ളിക്കാരിയും എല്ലാം ഷെയർ ചെയ്യാം. അതിപ്പം നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും പരാജയങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെയാണ്. ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും ബഹുമാനമൊക്കെ ഉണ്ട് സിസ്റ്റർ ആയതുകൊണ്ട്. പക്ഷെ എൻ്റെ ഒരു കരിയറിൽ എങ്ങോട്ട് പോകണം, എന്ത് സ്റ്റാൻഡ് എടുക്കണം, എങ്ങനെ മുൻപോട്ട് പോകണം, മറ്റുള്ളവരോട് എന്ത് സംസാരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ ഒരു മെയിൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു മെയിൻ ആള് എന്ന് പറയുന്നത് സിസ്റ്റർ തന്നെയാണ്. അതെ, എനിക്കൊന്ന് ഇപ്പൊ എനിക്കൊരു ചേച്ചി ഉണ്ട്. അപ്പം ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറേ കൂടിയും ഒരു രസമാണ്. ഭയങ്കര നമ്മളെല്ലാ കാര്യത്തിലും പാർട്ട്ണർ ഇൻ ക്രൈം പോലെ. അതെ. അപ്പൊ അടുത്ത് ഞാൻ കുറച്ച് പേരുകൾ അങ്ങോട്ട് പറയും. അപ്പൊ അത് അവരെ പറ്റി പറയുമ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം പറഞ്ഞാൽ മതി. യെസ്, ഗോകുൽ സുരേഷ്. ഗോകുൽ നമ്മളെ ഗഗനേരിക്കകത്ത് ഒരു കരയുന്ന സീനുണ്ട്. അതെനിക്ക് അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവരെന്തൊരു ഗംഭീര ആക്ടറാന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഗഗനേരിയിൽ അത്ര നന്നായിട്ട് അഭിനയിച്ചേക്കുന്നത്, അത്രയും ഫ്രീ ആയിട്ടാണ് അവന് അഭിനയിച്ചേക്കുന്നത്. അപ്പൊ അവന് പറ്റിയൊരു വേഷമായിരുന്നു. അപ്പം ആ സീൻ ഇസ് പേഴ്സണലി മൈ ഫേവറേറ്റ്. യെസ്. ഷറഫുദ്ദീൻ. ഷാറഫിക്ക ഈ ഒരു ജാനകി എന്ന് പറഞ്ഞ പടത്തില് ഉള്ളൂ. ഷറഫിക്കയെ പറ്റി പറയാൻ എനിക്കൊന്നും, പുള്ളിയുടെ മ്യൂസിക് സെൻസ് ഭയങ്കര രസമുള്ള, നമ്മൾ ഇത്തിരി കേൾക്കാത്ത പാട്ടുകളൊക്കെ ഏറെക്കുറെ എൻ്റെ പാട്ടിനോടുള്ള എൻ്റെ
ചില പാട്ടുകളോടുള്ള ഇഷ്ടങ്ങളൊക്കെ പുള്ളിക്ക് ഓൾമോസ്റ്റ് സിമിലർ ഇൻട്രസ്റ്റുകളാണ് ഉള്ളത്. അപ്പൊ ഒരു മ്യൂസിക് ബന്ധം എന്ന് പറയാം. അതെ. നവ്യ നായർ. അതും ഇതുപോലെ ജാനകി ജാനെ സമയത്താണ് ആളെ പരിചയപ്പെടുന്നത്. പുള്ളിക്കാരി ഒരു എന്താ, എനിക്ക് ഭയങ്കര പണ്ട് നമ്മൾ വളർന്നത് ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണല്ലോ. അപ്പൊ എനിക്ക് അന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉയർന്നു വരാൻ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്കാണെങ്കിലും കരിയറിലൊരു പോയിന്റിലൊരു ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ഫ്രം ദെയർ ആൻഡ് കുറെ ബുദ്ധിമുട്ടുകളിലൂടെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഫ്രം ദെയർ പിന്നെയും അത് തിരിച്ചു വന്ന് ഒരു തിരിച്ചു വരവിലൂടെയാണല്ലോ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് സ്ട്രഗിൾ. ആൻഡ് അഭിനയിക്കുന്ന സമയത്താണെങ്കിലും കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അതിനെയൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ ഒരു ഇപ്പോഴും ഇവിടെ നിലനിൽക്കാൻ ഉള്ള ഒരു എന്താ പറയാ, ഒരു കഴിവ്, അതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഷീ ഹാഡ് മോട്ടിവേറ്റഡ് മീ എ ലോട്ട്. അൽത്താഫ്. അയ്യോ, അൽത്താഫ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പീപ്പിളാണ്. കാര്യം പുള്ളി നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മളെ ട്രോളി കൊല്ലും, അങ്ങനെ കൗണ്ടറൊക്കെ അടിച്ച് നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്രോളി തിരിച്ചു പറയാ, ഇങ്ങനെ ഒരു പരിപാടിയാ. അപ്പോ ഭയങ്കര രസമാണ് പുള്ളിയോട് സംസാരിച്ചിരിക്കാനും, സമയം പോകുന്ന ഒന്നും അറിയത്തില്ല. അപ്പം എനിക്ക് ഇത്രയും നാളെ ഞാൻ അഭിനയിച്ചതില് എൻ്റെ ഫേവറേറ്റ് കോസ്റ്റാർ അൽത്താഫാണ്. ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയും കൂടിയാണ് മന്ദാകിനി. അത് അൽത്താഫ് കാരണം തന്നെയാണ്. ഗണപതി. ഗണപതിയെ പറ്റി പറയുമ്പോൾ പണ്ട് എനിക്കൊരു പോസ്റ്റ് തന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഉറപ്പായിട്ട് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അത്. സുലേഖ മനസ്സിൽ സമയത്തൊക്കെ നമ്മൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. സുലേഖ മനസ്സിൽ ഭയങ്കര രസമുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണല്ലോ. നമ്മുടെ ഇടയിലൊക്കെ ആണെങ്കിലും ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഗണപതി. നമ്മളവിടെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ അവൻ ആദ്യമായിട്ട് അവൻ എന്നെ പോസ്റ്റ് തന്ന, ഞാൻ ഇപ്പോഴും അവനോട് പറയാം, നീ അന്ന് പോസ്റ്റ് പിന്നെ ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല. നമ്മളെന്തോ പുറത്തു പോകാൻ ആദ്യം ഒന്ന് ഫ്രണ്ട്സ് ആയതിനു ശേഷം ഇങ്ങോട്ട് പുറത്തു പോകാൻ വേണ്ടി ഇപ്പം ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വരാം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയോ, ഇവൻ വരുന്നില്ല, ഇവന് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു രാത്രിയൊക്കെ ആയപ്പോ അവൻ പറയാം, അയ്യോടി എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. പിന്നെ കണ്ണു സുലേഖ മനസ്സിലായി. അന്ന് മുതൽ അന്നത്തെ ഞാൻ പറയും, ഞാൻ പിന്നെ നിന്നെ വിളിക്കാതിരുന്ന അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരാളായിട്ടൊരു ബന്ധം എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പോസ്റ്റ് എന്നൊരു കഥയുണ്ട് ഗണപതിയായിട്ട്. ചെമ്പൻ വിനോദ്. ചെമ്പൻ ചേട്ടനും നമ്മളൊരു ഭയങ്കര ഒരു ഫ്രണ്ട്സാണ് നമ്മള്. കൂടുതൽ എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരാളാണ്. പുള്ളിയെ തന്നെ വേണമെങ്കിൽ കളിയൊക്കെ സംസാരിക്കാം. ഭയങ്കര എന്താ ഫ്രീഡം ഉള്ള ഒരാളാണ്. എന്താ നമ്മളെ ഉറപ്പായിട്ട് തന്നെ സുലേഖ മനസ്സിൽ കൂടെ ഒരു എന്താ പറയുക, അടുത്ത സ്റ്റെപ്പിലേക്ക്, ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം കൂടെ ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ ചെമ്മൻ ചേട്ടൻ ഇതാണ് എനിക്ക് ഭയങ്കര ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ലുക്മാൻ. എന്താ പറയാ, ഭയങ്കര സുന്ദരനാ, ഭയങ്കര ഹാൻസം ആണ്, ഭയങ്കര ഹോട്ടാണ്. അപ്പൊ അവന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ടോൾ ഡാർക്ക് ആൻഡ് ഹാൻസം ആയിട്ടുള്ള ആണുങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഭയങ്കര സുന്ദരൻ, അങ്ങനെ ഒരാളവൻ. അമേസിങ് ആക്ടർ. ഉറപ്പായിട്ടും. പിന്നെ ഇതുപോലെ അവനും വളരെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം ഐ റെസ്പെക്ട് ഹിം എ ലോട്ട്. കാര്യം എനിക്ക് തോന്നില്ല ഒരു ഇരുണ്ട നിറം ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ നല്ല കൂടുതലാണ്. എൻ്റെ കാമുകനാണെങ്കിലും ഇരുണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കറിയാം ഇവര് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും, അതും ഒരു ആക്ടർ ആവാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കാണും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പം മുൻനിര നായകന്മാരിൽ ഒരാളാവാൻ
കഴിയുന്നത് ഒരു വലിയ സ്ട്രഗിളിന്റെ ഭാഗമാണ്. സോ ഐ ഡീപ്ലി റെസ്പെക്ട് ഹിം. ഞാൻ ലുക്മാൻ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ചോദിച്ചിരുന്നു, ഓരോ സിനിമകൾ കഴിയും തോറും ലുക്ക് കൂടി വരികയാണ് ലുക്മാനോട് ആരെങ്കിലും പറഞ്ഞു, ഒന്ന് പോയി അവനാകണായി. അപ്പൊ ഞാൻ നല്ല സീരിയസ് ആയിട്ട് ചോദിക്കാറില്ല, അങ്ങനെ കുറച്ചു പേരൊക്കെ പറഞ്ഞു ഞാൻ ചെന്നാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. അയ്യോ അതൊന്നും എനിക്ക് നാണം വരാം, അതൊന്നും ചോദിക്കുന്നത്. അയ്യോ. ഇനി ലാസ്റ്റ് റോഷൻ മാത്യു. റോഷൻ അതുപോലെ ആനന്ദത്തിന് ശേഷം ഒരു നമ്മൾ വല്ലപ്പോഴും വിളിക്കാറുള്ളെങ്കിലും ഒരു വർഷത്തിൽ ഒരു 2 തവണ 2-3 തവണയൊക്കെ വിളിക്കും വർഷത്തില്. പക്ഷെ ഈ 2-3 തവണ വിളിച്ചിട്ട് കുറേ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, അപ്പൊ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എന്നാലും റോഷനായിട്ടൊരു പ്രത്യേക അടുപ്പമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഭയങ്കര ഭയങ്കര രസമാണ്. അവന് ആദ്യം പോലെ സംസാരിക്കുമ്പോഴും നമ്മളൊക്കെ പുതുമുഖങ്ങളാകുമ്പോഴും അവൻ ഉറപ്പായിട്ടും ഇതിനു മുമ്പും 1-2 പടത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് ആനന്ദത്തിൽ വരുന്നത്. അപ്പം എനിക്ക് അന്ന് മുതലേ ഇവന്റെ അഭിനയം കാണുമ്പോഴൊക്കെ ഭയങ്കര ആരാധനയാണ്. ഓൾസോ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ തന്നെയാണ് റോഷൻ. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയില്ല അങ്ങനെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരാള് ലൈഫിലുണ്ടെങ്കിൽ ആരാണ്? എന്ത് ഇപ്പൊ ഒരു സിനിമ അനാർക്കലിന്റെ ഇറങ്ങി കഴിഞ്ഞ് ബാക്കി എല്ലാവരും അടിപൊളി 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 എന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം ഓക്കെ ഒരാളിന് ഇയാള് പറഞ്ഞു കഴിഞ്ഞാലാണ്, കാരണം അത്രയും പാടാണ് അയാളെ, ഓക്കെ ഇത് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? വാപ്പായിരിക്കും. ആണല്ലേ? വാപ്പ പണ്ടുപോലെ അതെ എന്തേലും നല്ലതെന്തേലും ഇട്ടുകൊണ്ട് പോയാ കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. മനസ്സിലാവും ഇഷ്ടപ്പെട്ടില്ല. അപ്പോ അത് വാപ്പായെ ഇംപ്രസ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഭയങ്കര പാടാ. കാര്യം ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എന്റെ ഏത് ഫോട്ടോ ആയിരിക്കുന്നല്ല, ഞാൻ ഏത് ഡ്രസ് ഇട്ടാലായിരിക്കുന്നല്ല, അതിനൊക്കെ പറ്റി പാപ്പയ്ക്ക് ഭയങ്കര ഐഡിയാസ് ഉണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും. അപ്പൊ പാപ്പായെ ഇംപ്രസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ചെറുപ്പം മുതലേ ഒരു വലിയ ടാസ്കാ. അപ്പൊ എനിക്കത് ഭയങ്കര പ്രഷറുള്ളൊരു കാര്യമായിരിക്കും. ഇങ്ങനെ ഇങ്ങർക്ക് എന്താ ഒന്ന് ഇഷ്ടപ്പെടുന്നേ, ഇത് എപ്പോഴാ ഒന്ന് ഇഷ്ടപ്പെടും. പണ്ടെന്ന് പറയുന്ന ഇപ്പൊ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. പണ്ട് ഉമ്മയെ വാപ്പയെ ഇംപ്രസ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ അജണ്ട. ഇതൊന്നും മിണ്ടത്തില്ല. ഉമ്മ വന്നിട്ട് മോളെ അടി മോശമാണെങ്കിലും ചിലപ്പോ നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വാപ്പ ഒന്നും മിണ്ടത്തില്ല. ചെറുപ്പം പോലെ അതെ ഇങ്ങനെ മരം പോലെ നിൽക്കും എന്നൊക്കെ പറയും. വാപ്പ ഗഗനചാരി കണ്ടോ? ഗഗനചാരി വാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു പ്രായമുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലായിരിക്കും. പക്ഷെ ഇത് ഗഗനചാരി അങ്ങനെ പ്രായമുള്ള ആൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു സിനിമയാ. പക്ഷെ പ്രായമുള്ള ആൾക്കാരും സിനി ഫയൽസ് ഉണ്ടായിരിക്കുമല്ലോ. പഴയ വാപ്പ ഭയങ്കരമായിട്ട് പഴയ സിനിമകളുടെ CDs ഒക്കെ വാങ്ങിച്ച് കളക്ഷൻ ഉള്ള ആളാണ്. അപ്പൊ പഴയ പഴയ സിനിമകളുടെ കളക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കുറെ സിനിമകൾ കാണുന്ന പഴയ ഒരു നാടക നടനൊക്കെ ആയിരുന്നു. അപ്പം സിനിമയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് വാപ്പ. സിനിമാ നടനാവണമെന്നായിരുന്നു ആഗ്രഹവും. അപ്പൊ ഫോട്ടോഗ്രാഫർ ആണല്ലോ. അപ്പം ഉറപ്പായിട്ടും സിനിമയായിട്ടോ ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിനിഫൈൽ ആയത് കൊണ്ട് തന്നെ അപ്പയ്ക്ക് ഗഗനചാരി ഭയങ്കര ഇഷ്ടം. അടിപൊളി. അപ്പൊ എന്നാണെങ്കിൽ ഒരു പാട്ടുകാരിനെ ഷോയില് കിട്ടിയിട്ട് ഒരു 2 ലൈൻ. വേണ്ട ഞാൻ പാട്ട് നിർത്തിയെന്നൊക്കെ. ഇനി എന്നോട് പാട്ടോളം ഓക്കെ എന്നാ ഡാൻസ് ആയാലും. അപ്പൊ നമ്മുടെ പ്രഷർ എടുത്ത് ഗഗനചാരിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഗഗനചാരി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സയൻസ് ഫിക്ഷൻ ഡോക്യുമെന്ററി പടമാണ്. ബൈ നൗ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണും. കുറെ സ്ട്രഗിൾ ചെയ്ത് കുറെ കഷ്ടപ്പെട്ട് ഇറക്കിയ ഒരു പടമാണ്. ഷൂട്ട് ചെയ്യാനല്ലായിരുന്നു കഷ്ടപ്പാട്, സിനിമ ഇറക്കാനായിരുന്നു കഷ്ടപ്പാട്. പക്ഷെ അറ്റ് ലാസ്റ്റ് ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ആൻഡ് നിങ്ങളൊരു സൈഫൈ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ, ഒരു സിനിഫൈൽ ആണെങ്കിൽ ഉറപ്പായിട്ടും സിനിമ പോയി കാണണം. നമുക്ക് വളരെ നല്ല റിവ്യൂസ് ആണ് വരുന്നത്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ നല്ലൊരു ടീമിനെയാണ് ഡിസ്ട്രിബ്യൂഷനായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആൻഡ് അത് മാത്രമല്ല, ഗഗനചാരി ഇസ് ബിക്കമിങ് എ യൂണിവേഴ്സ്. ഗഗനചാരി സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഒരു സിനിമയും കൂടെ വരുന്നുണ്ട്. മണിയൻ ചിറ്റപ്പൻ. സുരേഷ് ഗോപി സാറാണ് നായകൻ. അപ്പം ഗഗനചാരി വളരുകയാണ്, ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോ
ഈ സിനിമ എന്തായാലും നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. എന്തായാലും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.